സെബദി പുത്രനായ വിശുദ്ധ യാക്കോബ് ശ്ലീഹ. ക്രിസ്തുവിന്റെ അപ്പോസ്തല ഗണത്തിലെ പ്രമുഖരായ രണ്ടുപേരായിരുന്നു യാക്കോബും യോഹന്നാനും. ഇവർ സെബദി പുത്രന്മാരെന്നും ഇടിമക്കളെന്നും അറിയപ്പെട്ടിരുന്നു. സഹോദരങ്ങളിലെ മുതിർന്ന ആളായിരുന്നു മോർ യാക്കോബ് ശ്ലീഹ. വലിയ യാക്കോബ് എന്നും ശ്ലീഹായെ വിശേഷിപ്പിച്ചു കാണുന്നു. മുൻ വിശേഷണത്തിൽ പറഞ്ഞതുപോലെ യാക്കോബ് ശ്ലീഹായുടെ പിതാവിന്റെ പേര് സെബദി എന്നും മാതാവിന്റെ പേര് സലോമി എന്നുമായിരുന്നു. സെബദി മത്സ്യബന്ധനത്തിലൂടെ ധനം സമ്പാദിച്ച വ്യക്തിയും സലോമി പിന്നീട് ക്രിസ്തുവിനെ പിന്തുടർന്ന സ്ത്രീരത്നങ്ങളിൽ പ്രമുഖയുമായിരുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ കുറിച്ച് സുവിശേഷങ്ങളിൽ നിന്നും ചുരുക്കമായ വിവരങ്ങളെ ലഭ്യമായിട്ടുള്ളൂ. യേശുവിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു വിശുദ്ധ യാക്കോബ്. സുവിശേഷങ്ങൾ പ്രകാരം പിതാവിന്റെയും സഹോദരന്റെയും കൂടെ കടൽ തീരത്ത് പടകിലിരിക്കുമ്പോഴാണ് യേശു വിളിച്ചത്. ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിൽ നടന്ന സുപ്രധാന സംഭവങ്ങൾക്ക് ശ്ലീഹ സാക്ഷിയായിരുന്നുവെന്ന് സുവിശേഷ ഭാഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തു മോശയോടും ഏലിയാവിനോടും സംസാരിച്ചപ്പോഴും യേശുവിന് രൂപാന്തരണം സംഭവിച്ചപ്പോഴും വിശുദ്ധ യാക്കോബ് ശ്ലീഹ ദൃക്സാക്ഷിയായിരുന്നു. പ്രക്സീസ് 12-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങളിൽ കാണുന്ന പ്രകാരം യഹൂദിയയിലെ ഹെരോദ് അഗ്രിപ്പ രാജാവിനാൽ ശ്ലീഹ ബന്ധനസ്ഥനാക്കപ്പെടുകയും തുടർന്ന് ശിരച്ഛേദം നടത്തപ്പെട്ട് സാക്ഷിമരണത്തെ കൈക്കൊള്ളുകയും ചെയ്തു. പുതിയ നിയമത്തിൽ ഈ ഒരു അപ്പോസ്തലന്റെ മരണം മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. സ്പെയിനിന്റെ പാലക പുണ്യവാളനായി ശ്ലീഹ അറിയപ്പെടുന്നു.